നീയലുകൾക്കും വേഗതയ്ക്കും അതീതമായി ഒരു പേര് കൊനോഹയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. മിനാറ്റോ നമികാസെ. അവന്റെ വിളിപ്പേര് കേട്ട് ശത്രുക്കൾ ഭയന്നത് കൊനോഹയുടെ ദ ഹെല്ലോ ഫ്ലാഷ്. മിന്നലിൻ വേഗതയിൽ കുനായികൾ പാഞ്ഞപ്പോൾ 1000 ഷിനോബിയുടെ പ്രതീക്ഷയും പേടി സ്വപ്നങ്ങളും അവനിൽ ഒതുങ്ങി. അവനൊരു സൈന്യം പോലെയായിരുന്നു. അവനൊറ്റയ്ക്ക് ഒരു യുദ്ധത്തെ അവസാനിപ്പിച്ചു. അവന്റെ സ്വപ്നമായിരുന്നു ആ ഗ്രാമത്തെ ഉക്കാഗ പദവി. അവനത് നേടി. 4ാം ഉക്കാഗെ ബുദ്ധി കൊണ്ടും കരുത്തുകൊണ്ടും ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയവൻ. വേഗം അദ്ദേഹത്തിന്റെ ഒരു ആയുധമല്ല, അതാണ് അദ്ദേഹത്തിന്റെ ആത്മാവ്. ഒരു യുദ്ധഭൂമിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ ശത്രുക്കൾക്കറിയാം ഇനി രക്ഷയില്ല എന്ന്. കണ്ണിന് മുന്നിലൂടെ മിന്നൽ പോലെ കടന്നു പോകുന്ന ആ യോദ്ധാവ് ഒരു നിമിഷം പോലും അവൻ പായാക്കില്ല. കാരണം അവൻ അറിയാമായിരുന്നു ഒരു സെക്കൻഡ് പോലും ഒരു ജീവൻ രക്ഷിക്കാം. അവനൊരു ഭർത്താവായിരുന്നു, കുഷിനയുടെ പ്രിയപ്പെട്ടവൻ. അവനൊരു അച്ഛനുമായിരുന്നു, നറൂട്ടോയുടെ തിളങ്ങുന്ന പ്രതീക്ഷ. എന്നാൽ വിധി അദ്ദേഹത്തോട് ക്രൂരമായി പെരുമാറി. 9 ടൈൽ ബീസ്റ്റിന്റെ ആക്രമണം അവൻ തന്റെ ജീവനും തന്റെ ഭാര്യയുടെ ജീവനും നഷ്ടപ്പെടുത്തി. പക്ഷേ ഒരു ഭാവി തലമുറയെ രക്ഷിച്ചു. ഞാൻ വിശ്വസിക്കുന്നു എന്റെ മകനിൽ. അത് മിനാറ്റോയുടെ അവസാന വാക്കുകൾ. ഒരു അച്ഛന്റെയും ഒരു ഹീറോയുടെയും ഒരു ലെജൻഡിന്റെയും. ഇന്ന് കാറ്റ് വീശുമ്പോൾ കൊനോഹയിലെ ഓരോ നെഞ്ചയും ആ ശബ്ദം കേൾക്കും. മിന്നൽ ഇനിയും ഇവിടെയുണ്ട്. അവൻ മരിച്ചു പോയിട്ടില്ല. മിനാറ്റോ നമികാസെ എന്ന പേര് നെഞ്ച ചരിത്രത്തിൽ ശാശ്വതമാണ്. പുരാതനമായ കൊനോഹാഗാക്കുര എന്ന നീയലിൽ ഒരു സാധാരണ ബാലൻ പിറന്നു. അവന്റെ പേരാണ് മിനാറ്റോ നമികാസെ. മറ്റുള്ള കുട്ടികളെ പോലെ നിസ്സാരമായ സ്വപ്നങ്ങളല്ലായിരുന്നു അവൻ്റേത്. മറിച്ച് ഗ്രാമത്തിന്റെ ഉക്കാഗ എന്ന പരമോന്നത സ്ഥാനം നേടുക, അതുവഴി എല്ലാവരുടെ ബഹുമാനവും അംഗീകാരവും സ്വന്തമാക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. മിനാറ്റോ ഒരു സാധാരണക്കാരനല്ലായിരുന്നു, അവനൊരു പ്രതിഭാസമായിരുന്നു. ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം പിറക്കുന്ന അത്ഭുതം. അവന്റെ മിന്നൽ വേഗത, അവന്റെ ബുദ്ധി കൊനോഹയുടെ ദ യെല്ലോ ഫ്ലാഷ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. യുദ്ധകളത്തിൽ ഒരു മഞ്ഞ വെളിച്ചമായി തിക്ഷപ്പെടുകയും ശത്രുക്കളെ കൺചിമ്മുന്ന വേഗത്തിൽ തകർക്കുകയും പിന്നെ ഒരു നിഴൽ പോലെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവന്റെ ഗുരുവായ ജെറയെ പോലും വിചാരിച്ചിരുന്നത് ഈ ബാലൻ ലോകത്തെ രക്ഷിക്കാൻ നിയോഗപ്പെട്ട ചൈൽഡ് ഓഫ് പ്രൊഫസിയാണെന്ന് വിചാരിച്ചു. ഗുരുവിന്റെ കയ്യിൽ നിന്ന് മിനാറ്റോ റസേങ്ക എന്ന ഒരു ജുറ്റ്സു ഉണ്ടാക്കിയെടുത്തു. മിനാറ്റോന്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി കടന്നുവന്നു കുഷീന ഉസുമാക്കിയായിരുന്നു. തീവ്രമായ ചുവപ്പ് മുടികളുള്ള ചുറുചുറുക്കുള്ള ഒരു പെൺകുട്ടി. മിനാറ്റോയും ഒരു ഗുരുവായി മാറി. കക്കാഷി ഒബീറ്റോ റിൻ ടീം നമ്പർ 7യുടെ സെൻസയായി മിനാറ്റോ മാറി. പിന്നീട് 3ാം ലോക നെഞ്ച യുദ്ധത്തിൽ 1000 ഷിനോബികളെ മിനാറ്റോ ഒറ്റയ്ക്ക് നേരിട്ടു. അങ്ങനെ വിജയം സ്വന്തമാക്കി. പിന്നീട് 4ാം ഉക്കാഗയായി മിനാറ്റോയെ പ്രഖ്യാപിച്ചു. 3 സനിയൻസിൽ ഒരാളെ ഒറോച്ചിമാരുന്നവരെ പിന്തള്ളിയാണ് മിനാറ്റോ ഉക്കാഗയായത്. പിന്നീട് ആ ഒറ്റ രാത്രിയാണ് മിനാറ്റോയുടെ ജീവിതം മാറ്റിമറിച്ചത്. ആ രാത്രി 2 സംഭവങ്ങൾ നടന്നു. നറൂട്ടോ ഉസുമാക്കിയ തന്റെ മകനും പിറന്നു വീണു. കുറാമ എന്ന 9 ടൈൽ ഫോക്സും കൂട്ടുകൾ പൊട്ടിച്ച് കൊനോഹയെ ഇല്ലാതാക്കാൻ വന്നു. എന്നാൽ അതിനെ മിനാറ്റോ ഒറ്റയ്ക്ക് നേരിട്ടു. മിനാറ്റോക്ക് അറിയാം കുറാമ എന്ന 9 ടൈൽ ഫോക്സുമായിട്ട് യുദ്ധത്തിന് പോകേണ്ടി വന്നാൽ അവസാനം താൻ മരിക്കേണ്ടി വരുമെന്ന്. കുറാമയെ ഇല്ലാതാക്കാൻ മിനാറ്റോക്ക് കഴിയില്ല. കുറാമയെ ഹാഫ് ചക്രം താനും ഹാഫ് ചക്ര തന്റെ പിറന്നു വന്ന മകന്റെ മേലും സീൽ ചെയ്ത് മിനാറ്റോയും കുഷിനയും അവിടെ മരണപ്പെട്ടു.